ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളേറെ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ വിശ്വാസത്തോടെ നോക്കിക്കാണുന്ന തൊടുകുറി ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വീഡിയോ തന്നെയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ദിവസത്തെയും വീഡിയോ കേൾക്കാനായി ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും വീഡിയോ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനം ലഭിക്കുന്നതും. എന്നാൽ ഇതിനെ വളരെ മോശമായ രീതിയിൽ വിമർശിക്കുന്ന ഒരുപാട് പേരും ഈ കൂട്ടത്തിലിടയിലുണ്ട്. അവരുടെ വിമർശനങ്ങളെ ഒക്കെ സ്നേഹത്തോടെ മാത്രം സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നും പറയുന്ന പോലെ തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ആകർഷിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ നിങ്ങളുടെ മനസ്സിൽ കൊളുത്തിയ ആ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട്, നിങ്ങളുടെ ഇഷ്ടദേവീ ദേവന്മാരെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. നമുക്ക് ഓരോരുത്തർക്കും അറിയാം, നാം ഓരോരുത്തരും വ്യത്യസ്തമായ ജീവിതപാതയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല തരത്തിലുള്ള സങ്കടകരമായതും സന്തോഷകരമായതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നിത്യേന നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാനുള്ള നാളുകളിലെ നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സ്വഭാവ സവിശേഷതകളും ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലൂടെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടചിത്രം തിരഞ്ഞെടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരഞ്ഞെടുത്ത ചിത്രത്തിലെ ഫലങ്ങളാണിനി പറയാനായി പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതയാണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ നല്ല അച്ചടക്കത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത്. മറ്റുള്ളവരോട് നല്ല വിനയത്തോടെയും ഭവ്യതയോടെയും സ്നേഹത്തോടെയും ഒക്കെ പെരുമാറാൻ കഴിവതും ശ്രമിക്കുന്ന ഒരു പ്രകൃതം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. പാരമ്പര്യ മൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ക്ഷമയുടെ പര്യായമെന്ന് ഒരുപക്ഷെ നിങ്ങളെ പറയേണ്ടതായി വരും. അത്രത്തോളം എത്ര കഠിനമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വന്നാലും അതിനെല്ലാം ക്ഷമയോടെ നേരിടുവാൻ അത്രത്തോളം കഴിവുള്ളവരാണ് നിങ്ങൾ. എത്ര പ്രകോപനപരമായ പെരുമാറ്റം കൊണ്ട് നിങ്ങളെ തകർക്കാൻ പലരും ശ്രമിച്ചാലും അതിനെയെല്ലാം വളരെ ക്ഷമയോടെ മനസ്സ് നിയന്ത്രിച്ച് സംയമനത്തോടെ നേരിടുന്ന ഒരു സ്വഭാവമാണ് നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഈ ഒരു നല്ല പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത ആളുകളും ചുറ്റുമുണ്ട്. നിങ്ങളെ കാണുമ്പോൾ വളരെ സ്നേഹഭാവം നടിച്ച് നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്നവർ. അതിനാൽ തന്നെ ചുറ്റുപാടിനെ നല്ലതുപോലെ മനസ്സിലാക്കി ജീവിക്കാൻ ശ്രമിക്കുക. പല രീതിയിലുള്ള പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിഴലുപോലെ പിന്തുടരുന്നുണ്ട്. ആത്മവിശ്വാസം കൊണ്ട് വളരെയധികം പ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാനാണ് നിങ്ങൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. കുടുംബാംഗങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ പലപ്പോഴും സങ്കടപ്പെടുത്താറുണ്ട്. എന്നിരുന്നാലും ഇതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ മുഖത്തു നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ചേഷ്ടകളിൽ നിന്നോ ഒന്നും അവർക്ക് മനസ്സിലാക്കാനായി സാധിക്കില്ല. ന്യായമായ പല ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. പലതും നടന്നതും മറ്റു ചിലത് ഇതുവരെ നടക്കാത്തതുമായ കാര്യങ്ങളാണ്. വരും ദിവസങ്ങളിൽ നടക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ജീവിക്കുന്നവരാണ് നിങ്ങൾ. അലസതയോടെ ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എതിർക്കുന്നവരോട് പോലും സഹിഷ്ണുതയോടെ പെരുമാറാൻ കഴിവുള്ളവരാണ്. ഏതു കാര്യത്തിന് മുൻകൈയെടുത്താലും വളരെ വ്യക്തതയോടെ അടുക്കോടെയും ചിട്ടയോടെയുമൊക്കെ താൻ ഏറ്റെടുത്ത ആ ഒരു കൃത്യം അല്ലെങ്കിൽ ആ ഒരു ദൗത്യം കൃത്യമായി ചെയ്യുന്നവരാണ് ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ജോലിസ്ഥലത്ത് ഈ കാരണം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന മേഖലയിലും അല്ലെങ്കിൽ നിങ്ങൾ ഇടപെടുന്ന ഏത് മേഖലയിലും ഇത്തരത്തിലുള്ളൊരു സ്വഭാവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മിത്രങ്ങളെയും അതിലിരട്ടി ശത്രുക്കളെയും ഒരുപോലെ നേടിയെടുക്കാനായും സാധിച്ചിട്ടുണ്ട്. തന്നെ ആശ്രയിക്കുന്നവരെ മനസ്സറിഞ്ഞ് സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഒരു തണൽ പോലെ അവർക്ക് എന്താവശ്യത്തിനും നിങ്ങൾ കൂടെ നിൽക്കുന്നവരാണ്.
ഒരു തരത്തിലുള്ള വെല്ലുവിളികൾക്കും കാത്തു നിൽക്കുന്നവരല്ല നിങ്ങൾ. സ്വന്തം ജീവിതത്തിൽ ഇഷ്ടപ്പെടാത്ത പലതും നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ചില ചെറിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആരുടെ മുന്നിലും യാചനയോടെ നിൽക്കുവാൻ ഇക്കൂട്ടർ ആഗ്രഹിക്കാറില്ല. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ജീവിതം കൊണ്ടുപോകാനാണ് ഇവർ ഇഷ്ടപ്പെടുന്നത്. അനാവശ്യമായ ധൂർത്തുകളൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല ഇവർ. ചില പ്രത്യേക സാഹചര്യത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിന്ന് അവഗണനയും പരിഹാസവും കുത്തുവാക്കുകളുമൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട്. എന്നാൽ ഇതിനെയൊന്നും കാര്യമായി ഗൗനിക്കാതെ ക്ഷമ എന്ന ആയുധമെടുത്ത് മുന്നോട്ട് പോവാൻ തയ്യാറായിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളെ ഏൽപ്പിച്ച ജോലി എന്തു തന്നെയായാലും തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പൂർണ്ണമായി നിറവേറ്റാൻ നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുന്നവരാണ്. വഞ്ചന, ചതി, കാപട്യം എന്നിവയൊന്നും നിങ്ങളുടെ നിഘണ്ടുവിലില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അഹങ്കാരം കാണിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് നിങ്ങൾ. നല്ല രീതിയിൽ ദൈവവിശ്വാസം ഉള്ളവർ കൂടിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചില സമയങ്ങളിൽ വല്ലാത്ത ചിന്ത നിങ്ങളെ പിടിച്ചുലയ്ക്കാറുണ്ട്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ അനാവശ്യമായി ഒരു ചിന്തിച്ചു കൂട്ടുന്ന ഒരു പ്രകൃതം ചില സമയങ്ങളിൽ നിങ്ങൾക്ക് കാണാറുണ്ട്. ഇതാണ് നിങ്ങളുടെ ഒരു നെഗറ്റീവ് കാര്യമെന്ന് പറയേണ്ടത്. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ ഇഷ്ടപ്പെടുന്നവരല്ല നിങ്ങൾ. അതായത് മറ്റുള്ളവരുടെ സഹതാപം ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കി ജീവിതത്തെ നോക്കിക്കാണുകയാണെങ്കിൽ ഭഗവാൻ തന്നെ മുൻകൈയെടുത്ത് നിങ്ങളുടെ ഏത് ചെറിയ ആഗ്രഹങ്ങളാണോ നിറവേറ്റാനായി ഇനി ബാക്കിയുള്ളത് അതൊക്കെ ഭഗവാൻ നിറവേറ്റി തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പലതും ഇനിയും നടക്കാനിരിക്കുന്നതാണ്. വ്യാമോഹം ഒട്ടുമില്ലാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ രണ്ടാമത്തെ ചിത്രമാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, വിശ്വാസമുള്ളവർ മാത്രമാണ് ഈ വീഡിയോ കേൾക്കേണ്ടത്. അവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച 1-2 കാര്യങ്ങൾ വളരെ അടുത്തു തന്നെ നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. എന്നിരുന്നാലും വളരെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് നീങ്ങുവാൻ, അല്ലെങ്കിൽ ഒന്നും നടക്കാതെ പോവാനുള്ള സാധ്യതയും കാണുന്നു. കുട്ടികളില്ലാതെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൽസന്താനങ്ങളെ ലഭിക്കുവാനുള്ള ഭാഗ്യമൊക്കെ നിങ്ങളെ തുണയ്ക്കുന്നതാണ്. വിദേശയാത്രയൊക്കെ സ്വപ്നം കാണുന്നവർക്ക് വളരെ നല്ല അനുകൂലമായ സമയമാണ് ഇനി വരാനായി പോകുന്നത്. അതിനുവേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുകയും ആ ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയും നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടുന്നതും കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനൊക്കെ വളരെ നല്ല അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇനി വരാനായി പോകുന്നത്. അത് ചിലപ്പോൾ തൊഴിലിന് വേണ്ടിയോ അതല്ലെങ്കിൽ പഠന കാര്യവുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹമോ ഒക്കെ ആണെങ്കിലും എന്ത് തന്നെ ആയാലും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് സാധിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. പക്ഷേ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശരിയായ രീതിയിൽ ചിന്തിച്ച് നല്ലപോലെ ആലോചിച്ച് അന്വേഷിച്ചു മാത്രം മുന്നോട്ട് പോവുക. പറ്റിക്കപ്പെടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പലതരത്തിലുള്ള ഗുണാനുഭവങ്ങളും നടക്കാനുള്ള സമയമാണ് ഇനി വരാനിരിക്കുന്ന നാളുകൾ. എങ്കിലും ചില രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതയുമുണ്ട്. യുക്തി പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക. ആരോഗ്യ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. എല്ലാവരെയും ആകർഷിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്കുണ്ട്. നിഷ്കളങ്കമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണ് നിങ്ങൾ. സൗന്ദര്യബോധം നല്ല രീതിയിൽ ഉള്ളവരാണ്. കലാപരമായി നല്ല കഴിവുകൾ ഇക്കൂട്ടർക്കുണ്ട്. ഉള്ള കാലം നല്ലതുപോലെ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ. ഏതൊരു മേഖലയിലായാലും തങ്ങളുടെ കയ്യൊപ്പ് എവിടെയും പതിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭക്ഷണപ്രിയരാണ് ഇവർ.
എവിടെയും തലയുയർത്തി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. തന്നെ അവഗണിക്കുന്നവരോടും താഴ്ത്തിക്കെട്ടിയവരോടും ഒക്കെ ദേഷ്യപ്പെടാൻ ഇവർക്ക് പ്രത്യേകിച്ച് മടിയൊന്നുമില്ല. എന്നാൽ തന്നെ സ്നേഹിക്കുന്നവരെ അതിലിരട്ടി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്നവരാണ് നിങ്ങൾ. ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കാത്ത ശുദ്ധ ഹൃദയത്തിന് ഉടമകളാണ് നിങ്ങൾ. ജീവിതം നല്ലപോലെ ആസ്വദിച്ച് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. എവിടെയും ഇറങ്ങിച്ചെന്ന് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണ്. ഊർജ്ജസ്വലതയോടെ മാത്രമാണ് നമുക്കിവരെ കാണാനാവുക. പ്രതികരണശേഷി കുറച്ച് കൂടുതലാണ് ഇക്കൂട്ടർക്കുള്ളത്. ഭാവിയെക്കുറിച്ച് വല്ലാതെ ചിന്തിച്ച് നടക്കുന്നവരല്ല. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതുന്നവർ കൂടിയാണ്. സൗമ്യ സ്വഭാവമൊക്കെ ആണെങ്കിലും പ്രതികരണശേഷി ഇവർക്ക് കുറച്ച് കൂടുതലാണ്. അന്യായമായ ലാഭത്തിനു വേണ്ടി ഏത് പ്രവൃത്തിയും ചെയ്യാൻ ആഗ്രഹിക്കാത്തവരാണ് നിങ്ങൾ. സത്യസന്ധത നിങ്ങളുടെ ഒരു സവിശേഷ ഗുണമാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് നല്ല ഒരു കഴിവുണ്ട്. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്.